ആസിഡ് ഒഴിക്കും എന്നടക്കം പറഞ്ഞു അവര്. അല്ലെന്നേ നമ്മളെ വക നമുക്ക് കൊടുക്കാന്ന്. അപ്പൊ ഞാനൊരു ഉമ്മ കൊടുത്തു സെക്ഷലി യൂസ് ചെയ്യാൻ കിട്ടുമോ? അപ്പൊ ഹേ ഗൈസ്, നിങ്ങൾ ഈ കണ്ടത് സുസ്മി കൃഷ്ണൻ എന്ന് പറഞ്ഞ പെൺകുട്ടി എനിക്കൊരു ഇന്റർവ്യൂ തരുന്നതാണ്. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രേവത് ബാബുവിനെ കുറിച്ചാണ്. ഈ കുട്ടി എന്തിനാ രേവത് ബാബുവിനെ കുറിച്ച് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേവത് ബാബുവിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ സുസ്മി കൃഷ്ണൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് രേവതിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ ഭാഗം മാത്രം നിങ്ങളെ ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഈ സുസ്മി കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു കുട്ടി രേവന്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തു. എന്താ പറയാ? കേസ് കൊടുത്തെങ്കിൽ ഞാൻ അറിയാണ്ട് തന്നെ ഈ ബിജു തൊടുപുഴ അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഗ്രൂപ്പിലുണ്ടായ സുസ്മി കൃഷ്ണനുണ്ടായിരുന്നു. അപ്പൊ ഇവര് കണക്ക് ചോദിക്കുന്ന കൂട്ടത്തില് ഈ സുസ്മി കൃഷ്ണനും കണക്ക് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഇതാണ് കണക്ക്. എന്റെ ഫോൺ കണക്കുള്ള ഫോൺ ഷിരൂര് പോയി, പുഴയിൽ ഗംഗാവാലി പുഴയിൽ പോയി. അതിനുശേഷം കണക്കുള്ള ഫോൺ അതായിരുന്നു. ഇനി കണക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിജി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് വണ്ടി നന്നാക്കാൻ ജിജിയുടെ അക്കൗണ്ടിലേക്കാണ് പൈസ അയച്ചു കൊടുത്തത്. അപ്പൊ ജിജിയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഈ ആദ്യം വന്ന 13,500 രൂപ ജിജിയുടെ അക്കൗണ്ടിലേക്ക് ഉണ്ട്. അതിന്റെ കണക്കുകളുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് വന്നത്. അതുകൊണ്ട് ഇവളെ വെച്ചിട്ടുണ്ടെങ്കിൽ ജിജി ആശുപത്രിയിലായിരുന്നു. ഒരു 3 മാസക്കാലത്തോളം ആശുപത്രിയിലായിരുന്നു. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാനൊന്നും പറ്റില്ല. എന്റെ നമ്പർ പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ജിജി ആശുപത്രിയിലാണ്, ഒന്നില്ലെങ്കിൽ ആശുപത്രിയിൽ റിക്കവറി ആയിട്ട് വരുമ്പോ നിങ്ങക്ക് ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ അതൊന്നുണ്ട് ഇപ്പൊ വന്നുകൊണ്ട് ഇവര് ശാന്യം പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്തായാലും കിട്ടില്ല. അപ്പോഴേക്കും ഇവര് സുസ്മി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഫേസ്ബുക്ക് ലൈവ് വിട്ടു, രേവത് തട്ടിപ്പ് നടത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തട്ടിപ്പൊന്നും നടത്തിയില്ല, എന്നെ സഹായിച്ച സഹായം ഇവര് തിരിച്ചു ചോദിച്ചു ജനങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവര് ഇത് പറഞ്ഞിട്ട് കേസ് കൊടുത്തു തൃശ്ശൂർ എസ് പിക്ക് കേസ് കൊടുത്തപ്പോ SP സാറ് പറഞ്ഞു, നിങ്ങളുടെ ഗ്രൂപ്പിലെ വീട്ടിലെ വഴക്കൊന്നും തീർക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ കേസൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സുസ്മി കൃഷ്ണ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് രേവന്തിനെ പറ്റി. രേവന്ത് അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കുന്നു, ഒരിക്കലില്ല. കാരണം വെച്ചാൽ എന്റെ ചേച്ചിനെ പോലെ കണ്ടേക്കാണ് ഇന്നും എന്നും എപ്പോഴും. കാരണം വെച്ചാൽ മറ്റൊരു രീതിയിൽ എനിക്ക് കാണാൻ പറ്റില്ല ഒരാളെ. രേവന്ത് വേറെ മെസ്സേജുകളോ അങ്ങനെയുള്ള ഒന്നും അയച്ചിട്ടില്ല. പിന്നെ സുസ്മി കൃഷ്ണനെ കുറിച്ച് എന്തോ മോശപ്പെട്ട കാര്യം എവിടെ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സുസ്മി കൃഷ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും മോശപ്പെട്ട കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഒരു ഭാഗം സുസ്മി കൃഷ്ണൻ എന്ന് പറയുന്ന പെൺകുട്ടി കാണുകയും രേവന്ത് പറഞ്ഞത് കള്ളമാണ്, ഇങ്ങനെയല്ല കാര്യങ്ങൾ, എന്റെ പക്കൽ തെളിവുണ്ട്. രേവന്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ രേവന്ത് പറഞ്ഞു, ഒരു കാര്യം സുസ്മി കൃഷ്ണനെ കുറിച്ച് ഒരു മോശപ്പെട്ട ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. സുസ്മി കൃഷ്ണൻ എന്നെ കോണ്ടാക്ട് ചെയ്യും, അവർക്ക് നേരിട്ടെന്നെ കാണണമെന്ന് പറയുകയും അപ്പോൾ തെളിവ് സഹിതം രേവന്ത് പറഞ്ഞ ഈ ഒരു കള്ളം പൊളിച്ചു തരാമെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ സുസ്മി കൃഷ്ണനെ കാണാൻ പോയതാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ട ഇവിടെ കുറച്ച് ശകലങ്ങൾ. അപ്പൊ രേവത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും രേവത് പറയാത്ത കുറച്ച് കാര്യങ്ങളും സുസ്മി എന്നോട് പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. സുസ്മി കൃഷ്ണൻ അല്ലേ, എന്തുകൊണ്ടാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ ഇപ്പൊ അടുത്ത് സോനു ചെയ്ത രേവതിനായിട്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. അപ്പൊ അതില് രേവതി പറയേണ്ട എന്നെയായിട്ട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഗ്രൂപ്പിൽ ഞാൻ അലമ്പുണ്ടാക്കിയ കാരണം റിമൂവ് ചെയ്തതാണ്. സുസ്മി കൃഷ്ണനാണ് രേവന്തിനെതിരെ കേസ് കൊടുത്ത സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന്. അതെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ കേസല്ല കൊടുത്തേ. ഞാനൊരു ഫേസ്ബുക്കിലൊരു വീഡിയോ ആണ് ചെയ്തത്, ലൈവ് അല്ല ചെയ്ത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തപ്പോ ഇയാള് തൂങ്ങി മരിക്കും എന്ന് പറഞ്ഞിട്ട് രേവത് തൂങ്ങി മരിക്കും എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലേക്ക് ഒരു പിന്നെ മുണ്ടിന്റെ ഒക്കെ ഒരു ചിത്രമൊക്കെ അയച്ചു. ഞാൻ ചേച്ചി ഇത് പിന്നെ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ഞാൻ തൂങ്ങി മരിക്കും. അപ്പം എനിക്കത് കുറച്ച് ടെൻഷൻ കയറി, ചിലപ്പോ മരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം നമ്മള് സത്യമാണ് പറഞ്ഞുള്ളത്, ഒരിക്കലും നുണയല്ല പറഞ്ഞുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ വരെ പോകും എന്നുള്ളത് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ആളതൊന്നും ചെയ്തില്ല. ആൾ എന്നിട്ട് പിന്നെ ദ ഫൈനൽ ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്, അതിൽ പോയിട്ട് ഞാൻ വൈകുന്നേരങ്ങളില് അയാളെ വിളിക്കലുണ്ടെന്നും വീട് വെക്കാൻ സാമ്പത്തികം ചോദിച്ചു എന്നും ഉമ്മ കൊടുത്തിരുന്നു അങ്ങനെ പറഞ്ഞു. ഞാനന്ന് രേവന്തിനോട് ചോദിച്ചപ്പോ ആ വീഡിയോയിൽ കണ്ടു കാണാൻ രേവന്ത് കേസ് കൊടുത്ത കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല സോനു, കാരണം എന്താ വെച്ചാല് ഇയാള് നിരന്തരമായിട്ട് രാത്രിയിൽ എന്നെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം രേവതാണ് എന്ന് പറഞ്ഞപ്പോ അന്ന് രേവത് ഈ ക്യാൻസർ പേഷ്യൻസിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് ക്യാൻസർ പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോയതായിട്ടുള്ള ഒന്നും കണ്ടിട്ടില്ല. ഇത് പുള്ളി ഏതോ 1-2 പേരിൽ
കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ എനിക്ക് രേവതാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓക്കെ മോനെ എന്താണ് വിശേഷങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു. ഒരു പ്രാവശ്യം കോള് ഓക്കെ നമ്മൾ സംസാരിച്ചു. പിന്നെ നിരന്തരമായിട്ട് 10 മണി കഴിഞ്ഞാൽ ഇയാള് വിളിക്കും. 10 മണി കഴിഞ്ഞാൽ വിളിക്കും. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു രേവതി ഇങ്ങനെ സംസാരിക്കരുത്, എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കരുത്, ഞാനിവിടെ മീഡിയയുടെ കാര്യങ്ങളുമായിട്ട് നടക്കുന്നത് രേവതിനെ അറിയാം, ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞല്ല ഞാൻ വെറുതെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല, ഞാൻ ബ്ലോക്ക് ചെയ്തു. പിന്നെ അതിന്റെ പിറ്റേ ദിവസം വേറെ നമ്പറിൽ നിന്ന് ഇയാൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് അയാൾ പറഞ്ഞു ചേച്ചിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഭംഗിയൊക്കെ പോയല്ലോ, എങ്ങനെയൊന്നല്ലല്ലോ, സ്മാർട്ട് ആയിരുന്നല്ലോ, അങ്ങനെയുള്ള ഒരുപാട് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും പറയാതെയാണ് വീഡിയോ ചെയ്തത്. അപ്പൊ ഇങ്ങനെ റിമൂവ് ചെയ്തപ്പോ ഞാനിത് എന്തിനാ ഞാൻ ആ ഗ്രൂപ്പിൽ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് കേരളത്തിലെ ഒരു 14 ജില്ലയിലെ ഒട്ടുമിക്ക കലാകാരന്മാരും അതിലുണ്ടായിരുന്നു. സ്റ്റിൽ ഞാനൊരു കലാകാരിയാണ്, ഡാൻസറാണ്. അപ്പൊ നമ്മൾ ഈ പല സ്ഥലത്തും ഒറ്റയ്ക്ക് പോകുമ്പോ ഒറ്റപ്പെട്ടു പോണ അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് ചിലപ്പോ ഈ ഗ്രൂപ്പിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആരെങ്കിലും ഓടി വന്നാലോ, ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത്. അല്ലാണ്ട് ഈ ഇതില് ഗ്രൂപ്പ് അഡ്മിനായ രേവതിനെ രാത്രി വിളിച്ച് ശല്യം ചെയ്യാൻ വേണ്ടിട്ട് നിന്നതല്ല. അപ്പൊ ഇതാണ് അതിൽ സംഭവിച്ചത്. രേവതി ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വിളിച്ച് ശല്യപ്പെടുത്തും, പിന്നെ ഇങ്ങനെ മോശമായിട്ടൊക്കെ പറയും എന്ന് പറഞ്ഞു. അതും കൂടെ ചേർത്തുകൊണ്ടല്ലേ കേസ് കൊടുത്തതെന്ന്? കേസ് കൊടുക്കേണ്ട കാരണം എന്താ വെച്ചാല് ഞാനിതിങ്ങനെ ഫേസ്ബുക്കിൽ ഇതിങ്ങനെ പോസ്റ്റ് ചെയ്തല്ലോ. അപ്പം പോസ്റ്റ് ചെയ്തതിന് ശേഷം രേവത് ഗ്രൂപ്പില് മോശമായിട്ട് കുറച്ച് സംസാരിച്ചു. രേവതും രേവതിന്റെ കൂട്ടാളികളും, അതായത് കുറച്ച് പേരുണ്ടായിരുന്നു. അതില് ശകുന്തള, സാറാമ്മ, പിന്നെ വേറെ കുറെ പേര് ആസിഡ് ഒഴിക്കും എന്നടക്കം പറഞ്ഞു. അവര് സെക്ഷലി യൂസ് ചെയ്യാൻ കിട്ടുമോ മോശമായുള്ള രീതിയിൽ അതെ സംസാരിച്ചു. അപ്പൊ അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടായി. അപ്പം ഇത് ഫൈനൽ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസിലാണ് ഇയാള് പറഞ്ഞത് ഞാൻ രാത്രിയില് അയാളെ വിളിച്ച് ഉമ്മ കൊടുത്തു എന്നും, ഉമ്മ കൊടുത്തു എന്നും, പിന്നെ എനിക്ക് വീടിന്റെ വേണ്ടിട്ട് സാമ്പത്തികം ചോദിച്ച കാരണം അയാൾക്കത് തരാനില്ലാത്ത കാരണം ആണ് പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് എന്നും പറഞ്ഞു. രേവന്ത് അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞതിന്റെ ആയിട്ടുള്ള തെളിവുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമുക്കൊന്ന് കേൾക്കാൻ സാധിക്കുമോ? രേവത് ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം.